ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്രോക്ക് നൈറ്റി വീഡിയോ ആട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തുണിയെല്ലാം കട്ട് ചെയ്ത് ഇത് നമ്മുടെ ബാക്ക് പീസ് ആട്ടോ. ബാക്കിലെ റൗണ്ടിനൊക്കെയാണ് വെക്കുന്നത്. ഫ്രണ്ടിൽ ഈ തരത്തിലുള്ളൊരു നെക്കും ആട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ അടിഭാഗത്തുള്ള ഫ്രില്ലാണ്. ഫ്രണ്ടിലും ബാക്കിലും വേണ്ടിയിട്ടുള്ള ഫ്രില്ല് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിന് ഇറക്കം കുറവായതുകൊണ്ട് ഞാൻ ചെറിയൊരു പീസ് തുണി കട്ട് ചെയ്തിട്ടാട്ടോ വെച്ചേക്കുന്നത്. ആദ്യമേ നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടി അടിച്ചിട്ട് കൈ പിടിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് കൂട്ടി അടിച്ചെടുക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോക്ക് നൈറ്റി ഇറങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷമൊക്കെ ആകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇടുന്നതും. ഇതിന് മുന്നേ നമ്മൾ റെഡിമെയ്ഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്കെന്തോ ഫ്രോക്ക് നൈറ്റിയോട് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുമില്ല, ഇട്ടിട്ടുമില്ല. ഇന്ന് എനിക്ക് തോന്നിയത് ഒരു നൈറ്റി മെറ്റീരിയൽ എൻ്റെ അടുത്ത് കുറേ നാളായിട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 മാസത്തിൽ കൂടുതലായി. 7 അല്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കഴിഞ്ഞ ഒക്ടോബറിൽ എന്തോ എടുത്തതാണ്. അങ്ങനെ ആ മെറ്റീരിയൽ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇന്ന് ഒരു ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് എങ്ങനെയാണ് എനിക്ക് ചേരുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. കുറേ കാലമായി വിചാരിക്കുന്ന ഒരു ഫ്രോക്ക് നൈറ്റി ചെയ്യണമെന്നോ, പക്ഷേ എന്തോ എൻ്റെ മനസ്സ് അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നലെ ഞാൻ ഈ തുണി കട്ട് ചെയ്ത് വെച്ചു. ഇങ്ങനെ പിറ്റേന്ന് ഞാൻ ഇത് തയ്ക്കുന്ന കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൊള്ളാവോ, എനിക്ക് ചേരുമോ എന്നുള്ളതൊക്കെ പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ നൈറ്റിയുടെ അടിഭാഗത്തെ ഫ്രില്ലെല്ലാം പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ഞാനിത് വിത്ത് ലൈനിങ് ആട്ടോ ചെയ്യുന്നത്. പൊതുവേ നമ്മൾ ഫ്രോക്ക് നൈറ്റി ലൈനിങ്ങിലല്ല ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ലൈനിങ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ വിത്ത് ലൈനിങ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കട്ടി കിട്ടുമല്ലോ എന്നോർത്ത് കുറച്ച് നാളും കൂടെ നമുക്ക് ഇടാമല്ലോ എന്നുള്ള ഒരു രീതിയിലായിട്ട് ഞാൻ ഇടുന്നത്. പക്ഷേ ഇത് തയ്ച്ചതിൻ്റെ ഫൈനൽ ലുക്ക് ആകുമ്പം എങ്ങനെയാണ് ഇടുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.